കന്നുകാലി, വെള്ളി, പൊന്ന് എന്നീ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായി. ഈ 13-ാം അധ്യായത്തെ സംബന്ധിച്ചുള്ള പാഠമാണ് നമ്മൾ ഇന്നലെ രാത്രിയിൽ അല്പസമയങ്ങൾ ചിന്തിച്ചത്. അതിൽ വേറൊരു പാഠം ഇന്നലെ നമ്മൾ ചിന്തിച്ചത് ആ 13-ാം അധ്യായത്തിൽ സാക്ഷ്യം നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവണതയിലും അബ്രഹാം ഇടപെട്ടില്ല. സാക്ഷ്യം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യത്തിൽ അത് നമുക്കുള്ള ഗുണപാഠമാണ്. നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെടുന്ന ഒരു വിഷയത്തിൽ നമ്മൾ ഇടപെടരുത്. സ്തോത്രം. ചിലപ്പോൾ നഷ്ടങ്ങൾ വരും, അപമാനം വരും, ആക്ഷേപിക്കും, പരിഹസിക്കും, പോഷനാന്ന് പറയും, പൊട്ടനാന്ന് പറയും. അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെടുത്തരുത്. അബ്രഹാം അത് ചെയ്തു. 2, അബ്രഹാം ചെന്നിടത്തെല്ലാം യാഗപീഠം പണിതു. വീട് വലുതോ ചെറുതോ എന്നുള്ളതല്ല വിഷയം, യാഗപീഠം ഉണ്ടോ എന്നുള്ളതാണ്. സ്തോത്രം. ഇരിക്കാൻ സൗകര്യമോ കസേരയോ സ്റ്റൂളോ ദിവാങ്കോട്ടോ സെറ്റിയോ ഉണ്ടോ എന്നുള്ളതല്ല വിഷയം. നിന്റെ വീട്ടിൽ യാഗപീഠം ഉണ്ടോ എന്നുള്ളതാണ്. സ്തോത്രം. ലോത്തിന് കൂടാരമൊക്കെ ഉണ്ട്, സമ്പത്തുണ്ട്, പക്ഷെ യാഗപീഠം പണിതില്ല. ലോത്ത് ആരാധിച്ചെന്നൊരു വാക്യോ ഇല്ല. ഇല്ല ഇങ്ങനെ നോക്കി നീക്കി പുള്ളി നടക്കുന്നതല്ലാതെ ദൈവത്തെ ആരാധിക്കാനുള്ളൊരു താല്പര്യവും. നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ച് നല്ല വീട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരാധനയ്ക്ക് വരത്തില്ല. തൂത്തും തുടച്ചും കസേര നീക്കിയും സെറ്റി മാറ്റിയിട്ട് ഇവിടെ കിടക്കുന്ന കട്ടിൽ പിടിച്ച് അപ്പുറത്തെ മുറിലോട്ടിട്ട് അവിടെ കിടക്കുന്ന കട്ടിൽ പിടിച്ച് ഇപ്പുറത്തോട്ടിട്ട് തിണ്ണെ കിടക്കുന്ന കസേര എടുത്ത് അകത്ത് കിടക്കുന്ന കസേര എടുത്ത് പുറത്തിട്ട് യോഗത്തിന് വരികയില്ല. പറയുന്നത് എന്നാന്നറിയോ? ഭയങ്കര ജോലിയാണ്. ജോലി ഇതൊക്കെ തന്നെ. പുതിയ വീടം കൊണ്ട് വെച്ചാൽ എന്നും അങ്ങ് ബാത്റൂമിൻ്റെ ഭിത്തി വരെ അങ്ങ് തുടയ്ക്കും. സ്തോത്രം. അതാ നോക്കി നീക്കി ആയുസ് കളയുക എന്ന് പറഞ്ഞാൽ വീടിന് ശുചിത്വം ഇല്ലെന്നല്ല പറഞ്ഞത്. നമ്മൾ പാർക്കുന്ന വീട്ടിൽ എപ്പോഴും നല്ല ശുചിത്വം ഉണ്ടായിരിക്കണം. ഞാൻ ഞങ്ങളുടെ വീട്ടിലും പറയും, എനിക്ക് വളരെ അടുപ്പമുള്ളവരോടും പറയും, വിശേഷിച്ച് സഹോദരിമാർ എന്നും ആ ബാത്റൂം അങ്ങ് കഴുകണം. സ്തോത്രം. എന്നും കഴുകണം. പലയിടങ്ങളിലൊക്കെ പോകുന്നതാ ഞാനും ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ചിലയിടത്തൊക്കെ ഞാൻ സമയമെടുത്ത ദിനചര്യകളൊക്കെ കഴിയുന്ന കാരണം ഞാൻ തന്നെ ഇരുന്ന് തേച്ച് കഴുകും. നമുക്കിവിടെ ഇരിക്കേണ്ടതല്ലേ. മനസ്സിലായി കാണുമായിരിക്കും. പണ്ടൊരു സ്ഥലത്ത് ചെന്നപ്പം ബാത്റൂം കാണിച്ച് ഞാൻ കയറി. സ്ഥലവും വീടും ഒന്നും ഞാൻ പറയത്തില്ല, സംഭവം അങ്ങ് പറയുന്നതേ ഉള്ളത്. അവർക്ക് ക്ഷീണം വരും. ഒത്തിരി നേരമായി കുളിക്കാൻ കയറി എന്നെ പിന്നെ കണ്ടില്ല, അനക്കവുമില്ല. അപ്പം എന്നോട് ചോദിച്ചു, ടാപ്പ് തുറക്കുന്ന ശബ്ദവും കേൾക്കുന്നില്ല, അനക്കവുമില്ല. അപ്പം പുള്ളിക്കാരന് പിന്നെ വന്നിങ്ങനെ കൂട്ടി, ഹലോ. ഞാൻ പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ക്ലോസറ്റ് ഇരിക്കാൻ മേല, ഇവിടെ എല്ലാം ഈ കട്ടിക്കണക്കിന് മഞ്ഞ കളറാണ്. അല്ല, ഇത് ഓപ്പണായിട്ട് പറയുന്നത് നല്ലതാണ്. ഓൺലൈനിൽ ഏതെങ്കിലും മെനക്കേടുണ്ടെങ്കിൽ അവർക്കൂടെ ഗുണമാകട്ടെ. നിങ്ങളിങ്ങനെ മൂക്കത്ത് പാസ്റ്റ് ഇപ്പം വന്ന് ആവശ്യമില്ലാത്തതല്ല, ഇത് ആവശ്യമില്ലാത്തല്ല, വളരെ അത്യാവശ്യമായ കാര്യമാണ്. സ്തോത്രം. ആവശ്യമില്ലാത്തതല്ല, വളരെ അത്യാവശ്യമായ കാര്യം. ഇന്ത്യനോ യൂറോപ്യനോ ഏതും ആയിക്കോട്ടെ, നീറ്റായിരിക്കണം. ബാത്റൂമിൻ്റെ കതകിന് കൊളുത്ത് പോയാൽ അന്നേരം വെച്ചോണം. അല്ല, അവിടെ ബേസ് ബോർഡ് മടക്കി അമുക്കി വെക്കുകയല്ല. അതിനകത്ത് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ? നിങ്ങൾ പറ. നിങ്ങളിപ്പം പലരും ചിന്തിക്കും, ഇതൊക്കെയാണോ പൊതുവിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക്? ഇതാണോ ഉപവാസ പ്രാർത്ഥനയ്ക്ക്? എല്ലാം ക്രമീകരണം വരുത്തണം. അതിനാ
അല്ലാതെ ഇങ്ങനെ കിടന്ന് വിറച്ചേച്ച് പോയിട്ടൊന്നും കാര്യം നടക്കുകയല്ല. ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ വീടിന് ക്രമീകരണം ഉണ്ടാകണം, നമുക്ക് ക്രമീകരണം ഉണ്ടാകണം. വേണ്ടേ? അത്യാവശ്യ കാര്യമാണ്. എന്നും രാവിലെ അത് ചെയ്തിരിക്കണം, അത്യാവശ്യമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, പാസ്റ്ററിനെ ദൈവത്തെ ഓർത്ത് അയാളെ നമ്മുടെ വീട്ടിലോട്ടൊന്നും ഇനി കൊണ്ടുവരരുത്, അങ്ങനെ ചിന്തിക്കണ്ട. എന്നാലും നന്നാകാൻ താല്പര്യമില്ലെന്നുള്ളതാണ്. സ്തോത്രം. പാസ്റ്റർ വരുന്നെന്നാ പറഞ്ഞത്. ദൈവമേ, ഇനി അങ്ങനെ ആയി തീരുമോ? ഞാൻ എൻ്റെ ചെറിയ അനുഭവങ്ങൾ പറയാറുണ്ട്. ഞങ്ങൾ കുട്ടനാട്ടുകാരാണ്. അന്ന് അവിടെ യൂറോപ്യൻ ക്ലോസറ്റ് ഒന്നുമില്ല, ഇതുപോലത്തെ രീതികളെ അല്ല, വേറെ രീതിയാണ്. എന്നാലും അവിടെ ഒറ്റ വാക്കിലങ്ങ് പറഞ്ഞു വിടാം. എല്ലാ ദിവസവും ഈ ദിനചര്യകൾ കഴിഞ്ഞാൽ ആ ഭാഗത്ത് ചാരമൊക്കെ കൊണ്ട് നന്നായിട്ട് പേതറും. ചാരം കൃമിയെ നശിപ്പിക്കുന്നതാണ്, അണുക്കളെ നിർവീര്യമാക്കും ചാരം. പഴയ കാലമാണ്. ഹൈറേഞ്ചിലുമൊക്കെ അങ്ങനെ, കിഴക്കനാട്ടിലും അങ്ങനെ. അത് വളക്കുഴി എന്നാണ് പറയുന്നത്. യൂറോപ്യൻ ക്ലോസറ്റ് ഇല്ല. പക്ഷെ പഴയ അമ്മമാർ, അവർ വലിയ സയൻസ് ഒന്നും പഠിച്ചതല്ലെങ്കിലും വീട്ടിലുള്ളവരെല്ലാം ദിനചര്യകൾ കഴിഞ്ഞതിന് ശേഷം അമ്മമാർ അടുപ്പിലെ ചാരം വാരി അവിടെ കൊണ്ട് പേതറും. നിർവീര്യമാക്കുക. ശുചിത്വം. നമ്മുടെ വീടും പരിസരമെല്ലാം വൃത്തിയായിരിക്കണം. അല്ല എപ്പോഴും ഇങ്ങനെ ആത്മാവിലായി പെരക്കൂറ്റി നടന്നാൽ പോരാ. ഈ വീട്ടിൽ ബന്ധനമുണ്ട്. എന്നോടൊരു പ്രവാചകൻ പറഞ്ഞു, 7 പ്രാവശ്യം ആത്മാവിലായി അന്യഭാഷ പറഞ്ഞിങ്ങനെ പെരക്കൂറ്റും നടന്ന ബാത്റൂം ആരാ കഴുകുന്നത്? അടുക്കള ആരാ വൃത്തിയാക്കുന്നത്? സ്തോത്രം. ആത്മാവിലും ആകണം, ഇത് വൃത്തിയാക്കുകയും വേണം. സ്തോത്രം. അപ്പം അത് ഇടയ്ക്ക് കയറി അങ്ങ് പറഞ്ഞതേ ഉള്ളതെല്ലാം വളരെ വളരെ ശ്രദ്ധിക്കണം. വിശേഷിച്ച് സഹോദരി, ഞാൻ ചെയ്യാറുണ്ട്. ഞാനാണെ ബാത്റൂമിൽ കയറി ഇറങ്ങിക്കഴിയുന്നതിന് മുമ്പ് ഒന്നുകൂടെ അവിടെ എല്ലാം ഒന്ന് കഴുകും. വെള്ളം ഉണ്ടെങ്കിൽ, വെള്ളത്തിൻ്റെ ദൗർലഭ്യമുള്ള സമയത്തേ ഉള്ള അത്രയും വെള്ളമുള്ളപ്പം ഞാൻ ഭിത്തിയെല്ലാം കഴുകും. എന്ന് വെച്ചാൽ ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നത്. മഗ്ഗിനകത്ത് വെള്ളം കോരി ടൈൽസ് അല്ലേ ചില വീടുകളിൽ, എല്ലാം കഴുകി അവിടെ എല്ലാം ഒന്ന് കഴുകി, മുടിയോ വല്ലോ ഉണ്ടെങ്കിൽ അതെല്ലാം ഞാനത് മാറ്റി കളയും. കളഞ്ഞ് എന്നും അത് വൃത്തിയാക്കി വെച്ച് ഇറങ്ങുള്ളൂ. മിണ്ടുന്നില്ലല്ലോ ആരും. അതുപോലെ ആ കുളിക്കുന്ന തോർത്ത് കുളിച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ സോപ്പ് ഇട്ട് ഉണ്ടെങ്കിൽ നന്നായിട്ട് ഞെരടി കഴുകണം. ചിലർ കുളിച്ച തോർത്ത് കണ്ടില്ല, കരിക്ക് കുത്തിയിടാൻ പരുവത്തിലാണ് കിടക്കുന്നത്. എണ്ണയും സോപ്പും എല്ലാം കൂടെ പിടിച്ച് ഒറ്റ കുത്തിന് ഒരു വില കരിക്ക് വീഴും. ഇതൊക്കെ ഇനി എന്ന് പഠിക്കാനാ? 53 എന്നെ എല്ലാവരും പ്രയാസപ്പെട്ടിരിക്കുന്നേ. നിങ്ങൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് ഡൗട്ട് അടിക്കും. വിശേഷിച്ച് പെൺകുട്ടികളുള്ള വീട്ടിലെ അമ്മമാരും അപ്പന്മാരും വളരെ ശ്രദ്ധിക്കണം. ആ ബാത്റൂമിന് കുറ്റി ഉണ്ടായിരിക്കണം. ചെറിയ കുറ്റിക്ക് തന്നെ 500 രൂപയാകുമോ? എന്തോ ആകുമായിരിക്കും തങ്കച്ചായ? 100, 150, 200 ആയിക്കോട്ടെ. വേണ്ടേ? ഇതൊക്കെ ചെയ്യണ്ടേ? അല്ല മറുഭാഷ പറഞ്ഞ് പെരക്കൂറ്റി നടന്നാൽ മതിയോ? പെരക്കൂറ്റി നടന്നപ്പോൾ ദൈവാത്മാ പറഞ്ഞ് ടെറസിൻ്റെ മണ്ടേ കയറി നമ്മൾ ചെയ്യേണ്ട കാര്യമെല്ലാം നമ്മൾ ചെയ്യണം. സ്തോത്രം. എന്നും കഴുകണം, വൃത്തിയാക്കണം. സമയം ലഭിക്കുകയാണെങ്കിൽ വീടും കൂടെ എന്നും ടൈൽസോ മൊസൈക്കോ അല്ലെങ്കിൽ മറ്റ് റെഡ് ഓക്സൈഡൊക്കെ ഇടുന്ന ഉടയ്ക്കുന്നത് നല്ലതാണ്. ഇപ്പം പിന്നെ മഴയുള്ള സമയമാണ്ട് പൊടി അധികം ഇല്ല. പൊടി ശമിച്ചു. പൊടിയുള്ള സമയത്ത് ശ്രദ്ധിക്കണ്ടേ? കട്ടിലിൻ്റെ അടിയൊക്കെ തൂക്കണ്ടേ ചൂല് കൊണ്ട്? മുഴുവൻ മാറാലും ചുക്കലയാ.
സ്ഥലമാറ്റത്തിന് കട്ടിലെടുക്കുമ്പോൾ അത് വലിയ സ്ഥലമാറ്റത്തിന് കട്ടിൽ 5-6 പേര് കട്ട് തിരിച്ചപ്പോൾ ഞാനിതൊക്കെ ശ്രദ്ധിക്കും. ചില സ്ത്രീകൾ കട്ടിലിനടി തൂക്കുകയല്ല. അപ്പം അതെന്തോ ചെയ്യണമെന്ന് ചോദിച്ചാൽ സ്ത്രീകൾ ചെയ്യേണ്ടത്, ഭർത്താവ് ഉള്ളപ്പോൾ അല്ലെ ആമ്പിള്ളേർ, പ്രായമുള്ള ആമ്പിള്ളേരുള്ളപ്പം ഇങ്ങോട്ട് വിളിക്കുക, എടാ ഇങ്ങോട്ട് വരാം, അല്ലെ ഭർത്താവിനെ ഇടാന്ന് വിളിക്കരുത്. അത് വിളിക്കുന്നവരും കാണുമായിരിക്കും. എന്തായാലും ആയിക്കോട്ടെ, അനാവശ്യം പറയണ്ട, ഇങ്ങോട്ടൊന്ന് വന്നതെന്ന് പറഞ്ഞാൽ ആ കട്ടിൽ ഇങ്ങോട്ട് മാറ്റണം. മാറ്റി വെച്ച് ആ സൈഡിൽ അവിടെ വല്ല ഉച്ച കഴിഞ്ഞ് ചെയ്യുമോ വീട്ടിൽ ചെന്ന്, വൈകിട്ട് അത് കഴിഞ്ഞ് യോഗത്തിന് വന്നാൽ മതി. 7 എന്നുള്ളത് 7:30 ആയിക്കോട്ടെ. അപ്പം 7:30 വരുമ്പോൾ എനിക്ക് മനസ്സിലാകും തൂക്കുകാരെന്ന്. 2 പേർക്ക് ഇവിടെ കിട്ടും. ഇതെല്ലാം ചെയ്യേണ്ട കാര്യങ്ങളാ. സ്തോത്രം. ഇന്ന് ഇച്ചിരി ഗുണദോഷം പറഞ്ഞങ്ങ് വിടാം. വൈകിട്ട് ഇപ്പം ഓൺലൈനിൽ ചിലർ കാണുമല്ലോ, അപ്പോൾ അവർക്കൂടെ ഗുണമാകട്ടെ. എപ്പോഴും അങ്ങ് ആത്മാവിലാകുകയും വചനം കേൾക്കുകയും ചെയ്യല്ലേ. ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു, അയ്യോ ഇവിടെ പറയുന്ന വചനം പോലെ മിക്കയിടത്തും പറയുന്നില്ലെന്നാണ് പുള്ളി പറഞ്ഞത്. എപ്പോഴും യോഗവും പ്രസംഗമല്ലേ, എന്ത് വീണ്ടും പ്രസംഗമാണ്. ബൈബിൾ ക്ലാസ് എടുക്കാനാണെങ്കിൽ വളരെ അറിവുള്ള ദൈവദാസന്മാർ ഇവിടെ വരുന്നുണ്ട് നന്നായിട്ട്. നമ്മൾ ഒരു വീട്ടിലായിരിക്കുമ്പം ചില ചിട്ടകളും നിഷ്ഠകളും ഒക്കെ ഉണ്ട്, അത് പാലിച്ചിരിക്കണം. ഞാൻ ഇന്നലെ ഞങ്ങളുടെ വീട്ടിലും പറഞ്ഞു, അന്നെന്നുള്ള തുണി അന്നെന്ന് കഴുകണം. ഈ ജോലിക്ക് ഒരു താളമുണ്ട്. താളത്തിൽ ജോലി ചെയ്താൽ ജോലി തീരുകയും ചെയ്യും, ജോലിയാന്ന് തോന്നത്തുമില്ല. സ്തോത്രം. നിങ്ങൾ പ്രതികരിക്കത്തൊന്നുമില്ല, പ്രതികരണശേഷിയൊക്കെ പോകുമെന്ന് എനിക്കറിയാം. പിന്നെ അനങ്ങാതിരുന്നാൽ മതി. ഞാൻ 1-2 ഗുണദോഷങ്ങൾ പറഞ്ഞു തരാം. എൻ്റെ തൊഴിലും അതാണല്ലോ, ഉപദേശിക്കുക എന്നുള്ളതാണല്ലോ. ജോലിക്ക് ഒരു താളം വേണം. ഉദാഹരണമായിട്ട് ഞാൻ പറയാം, നിങ്ങൾ ഇഷ്ടമുണ്ട്. എൻ്റെ വല്യമ്മച്ചി ചെയ്യുന്നത് ഞാൻ ഇതെല്ലാം വീട്ടിൽ നിന്ന് പഠിച്ചതാണ് കേട്ടോ. ഞാൻ കോളേജിലൊന്നും പോയിട്ടില്ല, കാരണം അവിടെ നിന്നും കിട്ടിയില്ല, അങ്ങോട്ട് പോകാഞ്ഞോണ്ടാണ്. പക്ഷെ ഇത് കൂടുതലും വീട്ടിൽ നിന്നാണ് പഠിച്ചത്. ഞങ്ങൾ വളരെ ദാരിദ്ര്യ ദുഃഖത്തിലൊക്കെ വളർന്നവരാ. നിങ്ങളിൽ പലരും അങ്ങനെ ആയി. പിന്നെ മൈക്ക് എൻ്റെ ഉള്ളതുകൊണ്ട് ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ. എന്നാലും ആ ചുരുങ്ങിയ സാഹചര്യത്തിൽ വല്യമ്മച്ചി ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. വെളുപ്പിന് എഴുന്നേക്കും. വല്യമ്മച്ചി നല്ല ചിട്ടയാ. രാവിലെ എഴുന്നേറ്റ് ചുമ്മാ കാരം കീരം നടക്കുകയല്ല, കുളിക്കും. അല്ല, ആഴ്ചയിലൊന്നൊന്നും അല്ല കുളിക്കുന്നത്. അപ്പം പുള്ളിക്കാർ ചെയ്യുന്നത്, കുഞ്ഞിലെ ഞാൻ വെളുപ്പിനെ അമ്പലത്തിൽ പോകുന്നതൊക്കെ കൊണ്ട് വെളുപ്പിനെ എഴുന്നേക്കും. അപ്പം വല്യമ്മച്ചി ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഈ അടുപ്പും പരിസരവും എല്ലാം നല്ല വൃത്തിയാണ്. അന്ന് ഗ്യാസൊന്നുമില്ല, വെടിവെക്കുന്ന സമ്പ്രദായമൊന്നുമില്ല, പൊത്താനുമൊക്കെ വെച്ച് അകത്തിക്കുന്നത്. എല്ലാവരും അങ്ങനെ ആകണമെന്നുമില്ല, അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ശഠിക്കുന്നില്ല. എങ്കിലും ആ ജോലിയുടെ താളമായി പറയുന്നത്. അതിരാവിലെ എഴുന്നേറ്റ് വലിയ കലമുണ്ട്, മംഗലത്തിനകത്ത് അല്ലെ അലൂമിനിയ കലം, ഇതിനകത്ത് ഒരു 3/4 കലം വെള്ളം അങ്ങ് വെക്കും. അടുപ്പ് കത്തിച്ചേച്ച് 3/4 കലം കാണും. കലത്തിൻ്റെ വങ്കോളം എത്തും വെള്ളം. അത് അടുപ്പേ വെച്ച് കത്തിച്ചേച്ച് വല്യമ്മച്ചി മിറ്റമടിക്കും. അപ്പം ഈ മിറ്റമടിക്കാൻ പോകുന്നതിന് മുന്നേ കണ്ടിട്ടുണ്ട്, അരി ഇടണമല്ലോ. പരാധീനതയുള്ള കുടുംബമായതുകൊണ്ട് ചിലപ്പോൾ ഏറെ അരിയാ ചിലര്. 1-1.25 അരി, ഇടങ്ങടി അരിയോ 5 നാഴി 1.25, 5 നാഴി അരിയോ 1.5, 6 നാഴി ആയിക്കോട്ടെ. അത് വീട്ടിലെ കണക്കനുസരിച്ച്. അല്ലെ 3 നാഴി അരി. ഇപ്പം മിക്കത്തും നാഴി അരിയേ ഉള്ളു മിക്കടുത്ത് ഇടുന്നത്, അത് തന്നെ ബാക്കിയാണ് ഉള്ളതാട്ടെ. ആ നാഴി അരി അന്ന് അതെടുത്ത് കഴുകി ഒരു 5-8 പ്രാവശ്യം കഴുകി വെള്ളം ഒഴിച്ച് അവിടെ ഇടും. ഇട്ടയച്ച് മിറ്റം തൂക്കാൻ പോകും. അപ്പോൾ ഈ അടുപ്പേൽ വെള്ളം വെച്ചായി പോകുന്നത്.
മിറ്റവും പരിസരവും എല്ലാം തൂത്തേച്ച് തിരിച്ച് കയറി വരുമ്പോൾ ഈ വെള്ളം തിളച്ച് കിടക്കും. ഇടയ്ക്ക് ഓടി വന്ന് ചിലപ്പം വിറകൊക്കെ നീക്കി വെക്കും. വെള്ളം തിളച്ച് കിടക്കും. ആ വെള്ളം തിളച്ച് കിടക്കുമ്പോൾ കാപ്പിപ്പൊടിയും പഞ്ചസാരയും വേറൊരു പാത്രത്തെടുത്ത് ഈ തിളച്ച വെള്ളം എടുത്ത് അതിലോട്ട് ഒഴിക്കും. ഒഴിച്ചേച്ച് ഒന്ന് ഇളക്കി മൂടി വെക്കും. എന്തിനായി മൂടി വെക്കുന്നതെന്ന് ചോദിച്ചാൽ മട്ടടിയാനും വല്യമ്മച്ചിയുടെ ഭാഷയാ ഒരു പ്രത്യേക രുചിയും വരും. ആ മൂടി എടുക്കുമ്പോൾ ഒരല്പം വെള്ളവും കൂടെ അതിലോട്ടൊന്ന് ഒഴിക്കും. പുള്ളിക്കാരി പറഞ്ഞ രുചി ഉണ്ടാകുമെന്ന എനിക്ക് അനുഭവമുണ്ട്. മറ്റേതിനേക്കാൾ ഇച്ചിരോട്ട് ടേസ്റ്റ് വരും. അപ്പം ഈ അരി കുതിർന്നിരിക്കും. ആ കുതിർന്ന അരി പണ്ടൊക്കെ അരി ഇടയും ഇതെല്ലാം എനിക്കും അറിയാം കേട്ടോ. ഞാനിത് കണ്ടു പഠിച്ചതാ. എനിക്ക് അരി ഇടയാനൊക്കെ അറിയാം. അരി ഇടയാൻ മാത്രമല്ല, നന്നായിട്ട് ഇടയാനറിയാം. അപ്പം ഈ അരി തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് തവി കൊണ്ടൊന്ന് ഇളക്കി. ചോറാണെങ്കിൽ വല്യമ്മച്ചി അതിൻ്റെ കൂടെ ഇച്ചിരി ഉപ്പൂടെ അങ്ങിടും. അപ്പോൾ വല്യമ്മച്ചി പറയുന്നത് രുചി ഉണ്ടാകുമെന്ന. ഉപ്പിട്ട് ചോറ് വച്ചു രുചി ഉണ്ടാകും. അപ്പം ഇത്ര നേരം കൊണ്ട് മിറ്റവടി നടന്ന് കാപ്പി ശരിയായി അരി കഴുകിയിട്ട് ജോലിയുടെ താളം കണ്ടോ? നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് മനസ്സിലായോ? ആ സമയത്ത് തന്നെ ഇതിനിടയ്ക്ക് പുള്ളിക്കാരി കഴുകാനുള്ള തുണി കൊണ്ട് മുക്കി വെക്കുവോ അല്ലെങ്കിൽ നനച്ചു വെക്കും. ഇതിനിടയ്ക്ക് അതും നടക്കും. ഒത്തിരി അന്നന്ന് കഴുകുന്നതുകൊണ്ട് ഒത്തിരി കാണത്തില്ലല്ലോ. അതും നടക്കും. അപ്പം പിന്നെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ എഴുന്നേറ്റ് അവരോടും കൂടെ പറയും, അവൻ അരിയാൻ പറയും, ഇല്ലേ പെറുക്കാൻ പറയും, അത് ചെയ്യാം. അപ്പം അവരൂടെ അതിനോട് സഹകരിച്ചു. അപ്പോൾ ചിലപ്പോൾ ഇത് തുണി കഴുകി വെച്ച് വരുമ്പോൾ ഇവരത് പിള്ളേരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പം പ്രായമുള്ളവരും ഉണ്ട്, അവരും അത് ചെയ്ത്. അന്നൊക്കെ ഒത്തിരി കൂട്ടാനൊന്നും വെക്കത്തിലൊരു കൂട്ടാനേ ഉള്ളൂ. എന്തൊക്കെ ഒരു കൂട്ടാൻ, അതിനുള്ള സാഹചര്യം അതാണ്. കൂട്ടാനും റെഡിയാകും. കൂട്ടാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ അരി വാർക്കും. കൂട്ടാൻ എന്തായാലും കൊള്ളാം 8 മണിക്ക് മുന്നേ ജോലിയല്ല വന്നു. സകല ജോലി വന്നു. മിറ്റവും അടിക്കും, കാപ്പിയായി, കഞ്ഞിക്കുള്ളതുമായി, കൂട്ടാനുമായി, തുണിയും കഴുകി. പിന്നെ പുള്ളിക്കാരി വെളുപ്പിനെ കുളിക്കും കേട്ടോ. അപ്പം അമ്മയുടെ കുളിയും നടന്നു. 8 മണിക്ക് മുന്നേ, കാരണം 8 മണിയൊക്കെ ആകുമ്പോൾ പാടത്തിറങ്ങേണ്ടതാണ്. പഴയ രീതി വെച്ചാ ഗ്യാസില്ല, കറണ്ടില്ല, മിക്സിയില്ല, ഗ്രൈൻഡറില്ല, ഫ്രിഡ്ജില്ല, ഒരു കുന്തവും ഇല്ല. ഇപ്പോഴോ ഇപ്പൊ എന്തെല്ലാം സാധ്യതകളും സാവകാശവും എനിക്ക്, എന്നിട്ടും ജോലിയാന്നാ പറയുന്നത്. അതെന്നാ കാരണം? നിനക്ക് യാതൊരു താളവും ഇല്ല, ഓർഡറും ഇല്ല, ഒന്നുമില്ല. ഏകപട എമ്പട തൃപട ചമ്പട. അത് ഞാൻ എൻ്റെ വല്യമ്മച്ചി അമ്മയുടെ അമ്മ പറയുമായിരുന്നു. അവരൊന്നും രക്ഷിക്കപ്പെടുന്നതിന് മുമ്പാ അരിശം വരുമ്പം പറയും, എടേ അതൊന്നും ഗുണമല്ല. ഒരാളെ പറ്റിയിട്ടുണ്ടോ, ആ പുള്ളിക്കാരുടെ ഭാഷയാണ് അത്. കോട്ടയത്ത് ആശാരി ഇരുട്ടത്ത് തട്ടിക്കൂട്ടി 2 കണ്ണും കിഴിച്ച് വിട്ടതാണ്, അല്ല ഗുണമുള്ളതല്ലെന്ന്. പുള്ളിക്കാരുടെ ഭാഷയാണ്. കോട്ടയത്തെ ആശാരി ഇരുട്ടത്ത് തട്ടിക്കൂട്ടി 2 കണ്ണും കിഴിച്ചിഞ്ഞ് വിട്ടെന്നേ ഉള്ളൂ, അല്ലാതെ ഗുണമില്ലെന്ന്. മനസ്സിലായോ? എല്ലാം ഒരു ഓർഡർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വല്യമ്മച്ചി പറയും, എടാ ഉണ്ടിരിക്കുമ്പം കണ്ടിരിക്കണം. ഇതൊക്കെ പഴയ ഗുണദോഷങ്ങളാണ്. ഉണ്ടിരിക്കുമ്പം എന്ന് പറഞ്ഞാൽ പകല് ഭക്ഷണം കഴിച്ചു, കൂട്ടാനും എല്ലാം വെച്ച് തീർന്നു, വൈകിട്ട് തന്നെ വെക്കുന്നെന്നുള്ളത്
നേരത്തെ ഒരു ധാരണ ഉണ്ടായിരിക്കണം. 7:30 ആകുമ്പോഴേക്കും അയ്യോ നമ്മൾ കൂട്ടാൻ എന്നാ വെക്കും, 7:30 ആകുമ്പോൾ ആ സമയം 7:30 ഇനിയിപ്പോൾ എപ്പോൾ വെക്കാനാ? കഞ്ഞി വെക്കണോ? 8 മണിയായപ്പം ഒരിക്കൽ ഞങ്ങളുടെ പേര് പറഞ്ഞിട്ട് പുള്ളിക്കാർ വെച്ച് അമ്മച്ചി കഞ്ഞി വെക്കണമെന്ന്. പുള്ളിക്കാർ പറഞ്ഞാണ്ട് ആ കിട്ടക്കണിയാനോട് എന്ന് ചോദിക്കാൻ പറഞ്ഞു. നേരം വല്ലോ ഉണ്ട്, ഇന്ന് കഞ്ഞി വെക്കാൻ നേരം വല്ലോ? നീ ഈ കുടുംബത്തിലല്ലേ ജീവിക്കുന്നേ? ഇവിടെയുള്ളവരെല്ലാം ഭക്ഷണം കഴിക്കുമെന്ന് നിനക്കറിയത്തില്ലേ? ഇവിടെ അതിനുള്ള സാധനങ്ങൾ ഇരിപ്പുണ്ടല്ലോ, അരിയും കാര്യങ്ങളും ഇരിപ്പുണ്ടല്ലോ. പിന്നെ നീ പിന്നെയും ചോദിക്കുന്നത് കഞ്ഞി വെക്കണമെന്ന്. അത് അരിശം കയറി വെച്ച് പറഞ്ഞാൽ കിട്ടക്കണിയാനോട് ചോദിര് ഇന്ന് നേരം വല്ലോ ഉണ്ടെന്ന്. പുള്ളി നേരം കുറിച്ച് തരാൻ തന്നെ അതനുസരിച്ച് നമുക്ക് കഞ്ഞി വെക്കാമെന്ന്. അങ്ങനെ ഉണ്ട്. എല്ലാം ഒരു ഓർഡർ ഉണ്ടായിരിക്കണം. ഈ ഒന്നാമത്തെ കാര്യം, അസുഖമുള്ളവർക്കൊക്കത്തില്ല, രോഗികൾക്ക് ചിലപ്പം രാവിലെ എഴുന്നേക്കാൻ ഒക്കത്തില്ല. നമുക്കതറിയാം. വീട്ടിലെ സ്ത്രീകളും പുരുഷന്മാരും രാവിലെ എഴുന്നേക്കണം, അത്യാവശ്യം. ഇത് രാവിലെ നീ എഴുന്നേക്കത്തുമില്ല, ആ വരവൊക്കെ മുടിയും ചീകുകയില്ല, കുളിക്കുകയില്ല, വീറുമില്ല, വൃത്തിയില്ല. ചുമ്മാ അങ്ങ് ഞങ്ങളുടെ അമ്മച്ചി പറയുന്നൊരു ഭാഷയുണ്ട്, ഈനാം പേച്ച് നടക്കും പോലെ. അതെന്നാന്ന് എനിക്കും അറിയാൻ പറ്റില്ല, അമ്മച്ചിയുടെ ഭാഷയാണ്. കൊച്ചുമോളാൻ്റെ സാരി എല്ലാം മൂടിയിരിക്കുക. ദൈവമേ, പാസ്റ്റർ എന്തുവായി പറയുന്നത്? എൻ്റെ കൊച്ചുമോളാൻ്റെ ഓൺലൈനിലും ചില വാർത്താമാർ കാണും. ഗുണമാകട്ടെ, സ്തോത്രം, ആർക്കെങ്കിലും ഗുണമാകട്ടെ. മത്തായി 8:3 വായിക്കാൻ പറഞ്ഞാൽ ഈ കാര്യം പറയാൻ പറ്റുമോ? ഒക്കത്തില്ല. ലൂക്കോസ് 5:4 ഇത് കിടപ്പുണ്ടോ? ഓ, ഇതിങ്ങനെ കാര്യം പറയണ്ടേ? ജോലിക്കൊരു താളം വേണം, അതിരാവിലെ എഴുന്നേക്കണം. സാമർഥ്യമുള്ള സ്ത്രീയെ പറ്റി സദൃശവാക്യത്തിൽ വായിക്കുന്നത് അവൾ പറഞ്ഞേ നന്നാ രാവിലെ എഴുന്നേക്കുമെന്ന. ജോലി ഉണ്ടെങ്കിലും ജോലി ഇല്ലേലും, യാത്രയുണ്ടെങ്കിലും യാത്രയില്ലേലും, യോഗമുണ്ടെങ്കിലും യോഗമില്ലെങ്കിലും, ഒരു കുടുംബത്തിലെ സ്ത്രീ പുരുഷനും എഴുന്നേക്കണം, അതിരാവിലെ എഴുന്നേക്കണം. പിന്നെ ഇപ്പോൾ ഒന്നും ആരോടും ഒന്നും പറയാനൊക്കെ ഒത്തിരി. ഉടനെ അരിശം കയറുകയും കലവും ബഹളവും, ഉടനെ തന്നെ കൂട്ടിൻ്റെ കുടുംബിക്ക് പിടിച്ച് കൊച്ചിനെയും വലിച്ചുകൊണ്ട് അവിടെ വീട്ടിലോട്ട് ഓടുക. ഞാനിനി ഈ വീട്ടിൽ പുറക്കുന്നില്ല, ഇയാളെ തന്നെ അങ്ങ് എന്നാൽ അനുസരിച്ച് വിധേയപ്പെട്ടു പോകണമെന്നൊരു മനോഗതിയല്ല. എന്നാ നിങ്ങൾ പിന്നെയും അവിടെ അമ്മ ഉടനെ ഫോൺ ചെയ്ത് നിനക്ക് സ്വസ്ഥത തരുന്നില്ലേ, പെട്ടെന്ന് ഇഞ്ഞ് പോരിടുന്നു, 8-ന്റെ വണ്ടിക്ക് കയറി. എന്നാൽ തള്ള പറഞ്ഞു കൊടുക്കണ്ടേ, എടി അങ്ങനെ ഒരു കുടുംബം അങ്ങനെ, അതാ കുടുംബത്തിൻ്റെ ഭദ്രത, അങ്ങനെ ചെയ്യണം എന്നല്ല പറഞ്ഞു കൊടുക്കുക. നീ 8-ന്റെ വണ്ടിക്ക് അവനോട് പറയുമൊന്നും വേണ്ട. അവൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അവളെ കാണാനില്ല. എന്തി അമ്മേ അവള്? എനിക്കറിയത്തില്ല. ജോലി എടുക്കപ്പെട്ടോ? സ്തോത്രം. ഒന്നും ഭദ്രതയല്ല. അവളെ പറ്റി, സാമർഥ്യമുള്ള സ്ത്രീയെ പറ്റി പറഞ്ഞത്, അവൾ വീട്ടിലുള്ള എല്ലാവർക്കും ആഹാരം. നിങ്ങൾ ആ വാക്യം ഒന്നും വായിച്ചിട്ടില്ലേ? എന്നാന്ന് വായിച്ചേ. അതോ തന്നെ തിന്നുന്നാന്നോ? വായിക്കും. അവളൊരപ്പം ഉണ്ടാക്കി അവൾ തന്നെ തിന്നേച്ച് കയറി കിടന്നങ്ങനാന്നോ? വായിച്ചേ. അവൾ നന്നാ രാവിലെ, മൈക്ക് കൊടുത്തേ ഷൈനിക്ക്, അവൾ നന്നാ രാവിലെ എഴുന്നേറ്റ്. ഇയോടി മൈക്ക് എന്ത് ചെയ്യേ? ഇല്ലേ? മൈക്ക് കൂടെ വായിക്ക ഷൈനി. അത് ഓണല്ലേ? അവൾ നന്നാ രാവിലെ എഴുന്നേറ്റ്. അപ്പൊ സ്ത്രീകള് നന്നായിട്ട് രാവിലെ എഴുന്നേക്കണം. നന്നാ രാവിലെ, അതിരാവിലെ. പുരുഷന്മാരും എഴുന്നേക്കണം. അപ്പുറം അധികാലത്ത് എഴുന്നേറ്റെന്നാ. യോശുവ അധികാലത്ത് എഴുന്നേറ്റെന്നാ.
വീട്ടിലുള്ളവർ രാവിലെ എഴുന്നേക്കണം. സുഖമില്ലാത്തവര്, ദീനം കൂടിയിട്ടുള്ളവര്, അവർക്ക് ചിലപ്പം ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടപ്പോൾ ചിലപ്പോൾ പ്രായമുള്ളവര് ബുദ്ധിമുട്ട് വരും, നമുക്കറിയാം. അതല്ലാത്തവർ നന്നാ രാവിലെ എഴുന്നേറ്റ് ഇത് രാത്രി മുഴുവൻ ഫോൺ ചെയ്ത ഉള്ള കുരുക്ക് മുഴുവൻ ഒപ്പിച്ച് കാണേണ്ടതും കാണരുതാത്തതും അറിയേണ്ടതും എല്ലാം അറിഞ്ഞും കേട്ടും രാത്രി 2:30 ആയാൽ കിടക്കുകയല്ല. പ്രാർത്ഥിക്കുകയായിരുന്നേ നമുക്ക് ഓർക്ക് പ്രാർത്ഥിക്കുകയായിരുന്നു, പ്രാർത്ഥനയല്ലല്ലോ. അതിനിടയ്ക്ക് ഒരു 50 പേരുടെ കുരുക്ക് ഭർത്താവിനോട് ഒപ്പിച്ചു കൊടുക്കും. മിണ്ടുന്നില്ല. അമ്മായിയമ്മയുടെ കുറ്റവും അവരുടെ കുറ്റവും അനിയത്തിൻ്റെ കുറ്റവും പെങ്ങളുടെ കുറ്റവും നാട്ടുകാരുടെ കുറ്റവും സഭയിൽ വരുന്നവരുടെ കുറ്റം എന്ന് വേണ്ട സകല കേസും ഈ പെണ്ണാപ്പൂവനാന്ന് അത് മുഴുവൻ കേട്ട് അവൻ ഞങ്ങളുടെ കുന്നുപറമ്പിലെ കൊച്ചമ്മ പറഞ്ഞ പെണ്ണാപ്പൂവൻ ആണുമല്ല പെണ്ണുമല്ല, അതിനാണ് പെണ്ണാപ്പൂവൻ. പെണ്ണാന്നോ അത് വല്ല പൂവനാന്നോ അത് വല്ല പെണ്ണാപ്പൂവൻ. വേറൊരു ഭാഷയും കൂടെ അത് ഞാനിപ്പോൾ പൊതുവെ പറയുന്നില്ല. ഇനി നിങ്ങൾക്ക് അയ്യോ അതോടെ ഞങ്ങൾക്ക് അറിഞ്ഞ എല്ലാ ഭാഷ പറയല്ലേ, എന്നാൽ പിന്നെ അതോടെ അങ്ങ് അത് യോഗം കഴിഞ്ഞ് പറയാം അടുത്ത് വരിക എന്നെങ്കിൽ. ആണുമല്ല പെണ്ണുമല്ല, അതിനൊരു ഭാഷയാണ്. ചിന്നമ്മയ്ക്ക് അറിയണോ? യോഗം കഴിഞ്ഞ് പറയാം, യോഗം കഴിഞ്ഞ് പറയാം. ചീത്തയൊന്നുമല്ല, വേറൊരു പ്രയോഗമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, സാമർഥ്യമുള്ള സ്ത്രീയാണ്. ഈ സ്ത്രീയുടെ സൗന്ദര്യം പുറമേയുള്ള ഭാഗ്യ സൗന്ദര്യമല്ല, അതല്ല. ലിപ്സ്റ്റിക്ക് തേക്കുന്നതും പിരിയം പഠിക്കുന്നതും മുടി കറുപ്പിക്കുന്നതും വിലയേറിയ വസ്ത്രം ധരിക്കുന്നതും ബ്യൂട്ടി പാർലറിൽ ആഴ്ച കയറി അതൊന്നും അല്ല സൗന്ദര്യം. അത് നിലനിൽക്കുന്നതല്ല. സ്തോത്രം, സ്തോത്രം. ഇതൊക്കെയാ സൗന്ദര്യം. നന്നാ രാവിലെ അതൊരു സൗന്ദര്യമാണ്. വായിച്ചേ, നന്നാ രാവിലെ അവൾ നന്നാ രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരവും. വീട്ടിലുള്ളവർക്ക് ആഹാരവും. അതാ ഉപവസിക്കുമ്പോൾ നമുക്കറിയാം ഭക്ഷണം വേണ്ട. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ രാവിലെ ഭക്ഷണം വെക്കുന്നില്ല, ഉപവസിക്കുന്നത് കൊണ്ട്. അല്ലാത്ത ദിവസം നന്നാ രാവിലെ എഴുന്നേറ്റൊരു സ്ത്രീ, കുലീന കുടുംബത്തിൽപ്പെട്ട കുലീനയായ ഒരു സ്ത്രീ വീട്ടിലുള്ളവർക്കല്ല ആഹാരം. 7:30 ആയപ്പോൾ എഴുന്നേറ്റ് ഒരു കവർ പാല്, അത് വലിയ സങ്കടത്തോടെ ആ പാലെടുത്തോണ്ട് പോകുന്ന കണ്ട നമുക്കിപ്പം പുഷ്പഗിരി അഡ്മിറ്റ് ആക്കാൻ തോന്നും. ഈശോന്നോ ആ പാലിൻ്റെ കുടുംബിക്ക് പിടിച്ച് അത് പൊട്ടിച്ചൊടിക്കുന്നതൊക്കെ കണ്ട ഏതാണ്ട് സഖ്യപർവ്വതം നീ പൊടിച്ചെടുക്കുന്നത് പോലെ. 7:30 ആയപ്പോൾ അവൻ 5:30 എഴുന്നേറ്റതാ. നാറാന്ന് അവൻ ഇരിക്കുക വെള്ളം കുടിക്കാതെ. കാപ്പിന്ന് മിണ്ടാനൊക്കെ അല്ല, കാപ്പിന്ന് എങ്ങാനും പറഞ്ഞാൽ 7:30 പിന്നെ കിട്ടുകയില്ല. അതുകൊണ്ട് അവൻ ആശ്വസിക്കുന്ന 7:30 കിട്ടുമല്ലോ ദൈവമേ. എന്നിട്ടോ ആ കാപ്പിയോ ചായയോ ഇട്ടേച്ച് അവിടെ കുത്തിയിരുന്ന് അങ്ങ് കുടിക്കുക. അവിടെ കുത്തിയിരുന്ന് കുടിച്ചു, പല കാര്യത്തിൽ ഇടപെട്ടു, പല കാര്യം സംസാരിച്ചു. അപ്പോൾ 9 മണിയായി. 2 പിള്ളേരുണ്ട്. കൊച്ചുങ്ങൾ 9 പറഞ്ഞു, അമ്മ വിശക്കുന്നു, അല്ലെ മമ്മി വിശക്കുന്നു. പിന്നെ വിശക്കുന്നു, നിനക്ക് മാത്രമേ ഉള്ളൂ വിശപ്പ്. അങ്ങനുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് രാവിലെ ഭക്ഷണം കൊടുക്കണം, മനസ്സിലായോ? വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഉപവസിക്കുമ്പോൾ നമുക്കറിയാം, അല്ലാത്ത കാര്യമായി പറഞ്ഞത്. നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണം രാവിലെ ഒരു 8 മണിക്കകമേ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന, അത് 8 കൊടുക്കുന്നത് ആ നല്ലതെന്ന എൻ്റെ അഭിപ്രായവും ആരോഗ്യവകുപ്പിൻ്റെ. മിണ്ടുന്നില്ലല്ലോ ആരും. ഇന്ന് 2 മണിക്കായിരിക്കും നിർത്തുന്നത്, ഗുണദോഷങ്ങൾ തരിക. ഇപ്പം നിങ്ങൾ പറയോ 2 മണിക്ക് എങ്ങനെ വെളിയിൽ മഴയാണ്. 1 2
ഈ ഓൺലൈനിലുമൊക്കെ പലര് കാണും, അവർക്കൊക്കെ ആർക്കെങ്കിലും ഗുണം വരുന്ന ഗുണം വരട്ടെ, അതിനാ നമ്മുടെ യോഗം കൊണ്ട് എന്തെങ്കിലും ഗുണം വേണ്ടേ. സ്തോത്രം. നമ്മളിവിടെ വാടക കൊടുക്കുന്നുണ്ട്, പിന്നെ ക്യാമറ എടുത്തെങ്കിലും പുള്ളിക്കൊരു ചെറിയ ഇത് ഇപ്പം കൊടുത്തില്ല, ഇനി കൊടുക്കണം, അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചിലവല്ലേ, അപ്പോൾ ഒരു ഗുണം വരട്ടെ, എന്തെങ്കിലും ഒരു ഗുണം വരണ്ടേ, വേണ്ടേ? അല്ല 20 ദിവസം കുത്തിയിരുന്നേ ചുമ്മാ ഒരു ഗുണവും ഇല്ലാതെ പോകരുത്. എന്തെങ്കിലും വീട്ടുകാര്യത്തിനേലും ഒരു ക്രമം. പാസ്റ്റർ 21 കഴിഞ്ഞപ്പോൾ കൃപാവരമൊന്നും പ്രാപിച്ചില്ലെങ്കിലും ഇപ്പം ഞങ്ങളുടെ ബാത്റൂം നല്ല ക്ലീനാ, അങ്ങനെയും ഒരു ഗുണം ഉണ്ടാകട്ടെ. സ്തോത്രം. അപ്പൊ അതിരാവിലെ എഴുന്നേറ്റ് നമ്മുടെ വീട്ടിൽ ചിലപ്പം ഉപ്പുമാവായിരിക്കും, അല്ലെ കപ്പ പുഴുങ്ങുന്നതായിരിക്കും, അല്ലെ ഒരു ചേനയോ ചേമ്പോ ഉള്ള സാഹചര്യം, ഇല്ലേ ചപ്പാത്തി ആയിരിക്കും, ഇല്ലേ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ, അല്ലെ ദോശ മാവ് കൊണ്ട് ഇഡ്ഡലി ദോശ ഉള്ളത്, അത് രാവിലെ ചെയ്യണം. 9:45 ആയപ്പോഴാണ് ദോശക്കല്ല് തപ്പുന്നത്. എന്ത് ചെയ്യാ ദോശക്കല്ല്? ആ ദോശക്കല്ല് എന്ത് ചെയ്യാ? ഞാനും കണ്ടില്ല. ആര് പറഞ്ഞ് കണ്ടില്ലെന്ന്? ഞാൻ ഇവിടെ ആണല്ലോ ദോശക്കല്ല്. ഇന്നലെ കഴുകിയേച്ച് എവിടെ വെച്ചു? കഴുകിയേച്ച് ഞാൻ അവിടോട്ട് ദോശക്കല്ല് വെച്ചു. ഇവിടെ പിന്നെ അത് ആരെടുത്തോണ്ട് പോയി ദോശക്കല്ല്? അപ്പൊ 10:15 ദോശക്കല്ല് തപ്പി. 10:30 ആയപ്പം പറമ്പിൽ പണിയാമെന്ന് പറഞ്ഞ് കൊച്ചമ്മ ദോശക്കല്ല് തേണ്ട കിടക്കുന്നെന്ന് പട്ടി തട്ടി കിട്ടതാ. പൊത്തോന്ന് വീണപ്പോ ഉരുണ്ട്. മനസ്സിലായോ? ഇനി വേറൊരു കാര്യം കൂടെ പറയാം, അത് സന്ദർഭം വന്നുകൊണ്ടാ. വീട്ടിലെ ഭദ്രമായിട്ട് പോകണമെങ്കിൽ ഒരു സാധനം എടുത്താൽ ഉപയോഗം കഴിഞ്ഞാൽ എടുത്തെടുത്ത് വെക്കണം. അത് അത്യാവശ്യമാണ്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളിപ്പം നിങ്ങളുടെ ഇരിപ്പ് കണ്ട പക്ഷേ ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം. ഒരു വിശേഷക്കാരൻ വന്നേക്കുന്നത് പഠിപ്പിക്കാൻ. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെയൊക്കെയാണ്. നിന്റെ വീട്ടിലെ വിചാരമൊന്നും ഞാനിപ്പം ഒരു സാധനം എടുത്താലേ ആ എടുക്കുന്ന സാധനം ഉപയോഗം കഴിഞ്ഞ്, ഉദാഹരണം പറയാം, ഉദാഹരണം അടുക്കളയിൽ പെരുമാറുന്ന സഹോദരിമാർക്കറിയാം. പിച്ചാത്തി അത് ഉപയോഗം കഴിഞ്ഞേച്ച് വെക്കുന്ന ഒരു സ്ഥാനം വേണം. അല്ല ഉപയോഗം കഴിഞ്ഞേച്ച് വലിച്ചെറിയല്ല. ചില വീട്ടിൽ ഒരു പിച്ചാത്തിയോ ഉള്ളായിരിക്കും, ചിലടത്ത് ചിലപ്പോൾ 2 എണ്ണം കാണും, ചിലടത്ത് ചിലപ്പോൾ 2, 3, 4 കാണും. അത് നല്ലത്. അത് എവിടെ എത്രയുണ്ടെങ്കിലും കൊണ്ടാ എടുക്കുന്ന സാധനം പിച്ചാത്തി വെക്കാനൊരു സ്ഥാനം വേണം, അവിടെ വെക്കാവുള്ളൂ. അങ്ങനെ വെച്ചാലുള്ള ഗുണം, നമ്മൾ മുറ്റത്തിരുന്ന് പറഞ്ഞാൽ മതി, എടാ എൻ്റെ പിച്ചാത്തി ഇഞ്ഞെടുത്തോണ്ട് വരാൻ പറഞ്ഞാൽ സൂക്ഷിച്ചാവും ചെന്ന് പിച്ചാത്തി, കറണ്ട് ഇല്ലെങ്കിലും ചെന്ന് പിച്ചാത്തിയെ തൊടാം. കറണ്ട് പോയി പിച്ചാത്തി എടുത്തോണ്ട് വരാം. നമ്മുടെ വീട്ടിൽ നമുക്ക് തിട്ടമുണ്ടല്ലോ, ഇല്ലേ? ഇത് ഉപയോഗം കഴിഞ്ഞാൽ പിച്ചാത്തി എടുത്തെറിഞ്ഞു. പിറ്റാന്ന് മത്തി മേടിച്ചപ്പോൾ പിച്ചാത്തി എന്ത് ചെയ്യും? പിച്ചാത്തി എന്ത് ചെയ്യും? പിച്ചാത്തി തപ്പി ഊപ്പാട് വന്ന് മീനും ചീഞ്ഞു. പിച്ചാത്തി കിട്ടിയപ്പം 4 മണിക്കൂർ കഴിഞ്ഞാൽ പിച്ചാത്തി കിട്ടിയത്. അന്നേരം അത് ചീഞ്ഞ്